ഇടക്കാല റിപ്പോർട്ടിലെ ശുപാർശയെ തുടർന്ന് കഴിഞ്ഞ ബജറ്റിൽ 2 പുതിയ മേഖലകളിൽ ഫീസ് ഏർപ്പെടുത്തുകയുണ്ടായി. എങ്കിലും ഒട്ടേറെ മേഖലകളിൽ ഫീസിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു. പ്രസ്തുത കമ്മിറ്റി സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ സിറ്റിംഗ് നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ, അഭിഭാഷക ഉദ്യോഗസ്ഥർ, സംഘടനാതലത്തിലും അല്ലാതെയും മറ്റ് സ്റ്റേക്ക് ഹോൾഡർമാർ എന്നിവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് കമ്മിറ്റി അതിൻ്റെ അന്തിമ റിപ്പോർട്ട് സർക്കാർ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കോടതികളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്നും അഭിഭാഷക ഗുമസ്ത സേവന ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും നിരന്തരമായ ആവശ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ വസ്തുതകൾ കണക്കിലെടുത്ത് പ്രസ്തുത കമ്മിറ്റിയുടെ ശുപാർശയ്ക്കനുസൃതമായി കോടതി ഫീസുകളിൽ ചുവട് പറയുന്ന പ്രകാരം പരിഷ്കാരങ്ങൾ വരുത്തുന്നതിലേക്ക് 1959 കേരള കോടതി ഫീസും വ്യവഹാര സലയും ആക്ടിൽ ഭേദഗതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. സാർ, ഇത് 10-20 പേജുണ്ട്. ഞാനത് വായിച്ചായിട്ട് കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം കോടതി ആ കമ്മീഷൻ്റെ പ്രപ്പോസൽസാണ് സാർ. അല്ല പറഞ്ഞല്ലോ, അത് പറയാം സാർ. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക വഴി 150 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് സാർ, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി ഘടന ഏകീകരിച്ച് ലഘൂകരിക്കുന്നതാണ്. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കോൺട്രാക്ട് കാരേജുകളിൽ ടൂറിസ്റ്റുകളെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായി പുഷ്ബാക്ക് സീറ്റുകളുള്ള കോൺട്രാക്ട് കാരേജുകളുടെ ത്രൈമാസ നികുതി കുറയ്ക്കുകയാണ്. മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിച്ച് വരുന്ന വാഹൻ സോഫ്റ്റ്വെയറിൻ്റെ കോൺട്രാക്ട് കാരേജുകളെ അവയുടെ സീറ്റുകളുടെ തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിലെ സങ്കീർണത ഒഴിവാക്കുന്നതിനായി അവയുടെ നികുതി സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് താഴെ പറയുന്നത് വിധം പുനഃക്രമീകരിക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം 6 മുതൽ 12 വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി നിരക്ക് 250, പുഷ്ബാക്ക് നിരക്ക് 450, സ്ലീപ്പർ സീറ്റ് 900 എന്നിവയാണ്. ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ സീറ്റിനും 350 രൂപയാക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം 13 മുതൽ 20 വരെയാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് 450, പുഷ്ബാക്ക് സീറ്റ് 650, സ്ലീപ്പർ സീറ്റ് 1350 എന്നിവയാണ്. ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും 600 രൂപയാക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിലെ സീറ്റുകളുടെ എണ്ണം 20-ൽ നിന്ന് അധികമാണെങ്കിൽ നിലവിലുള്ള ത്രൈമാസ നിരക്ക് ഓർഡിനറി സീറ്റ് 650, പുഷ്ബാക്ക് സീറ്റ് 900, സ്ലീപ്പർ സീറ്റ് 1800 എന്നിവയാണ്. ഇവ ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് ഓരോ യാത്രക്കാരനും 900 രൂപയാക്കുന്നു. ഇതുപോലെ തന്നെ സ്ലീപ്പർ ബർത്തുകൾ ഘടിപ്പിച്ച ഹെവി പാസഞ്ചർ വിഭാഗത്തിൽപ്പെട്ട കോൺട്രാക്ട് കാറുകളുടെ ത്രൈമാസ നികുതി ഓരോ ബർത്തിനും നിലവിലുള്ള 1800 രൂപ എന്നത് 1500 രൂപയായി ചുരുക്കി കുറച്ച് നിജപ്പെടുത്തുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 292 കോടി രൂപയാണ് വാർഷിക വരുമാനം. ഈ ഏകീകരണത്തിലൂടെ സർക്കാരിന് 15 കോടി രൂപ അധിക വരുമാനം ലഭിക്കും. അന്യ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സ്പെഷ്യൽ പെർമിറ്റ് എടുത്ത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി നിരക്ക് വാഹൻ സോഫ്റ്റ്വെയറിൽ കോൺട്രാക്ട് കാരേജുകളുടെ അവയുടെ സീറ്റ് തരത്തിനനുസരിച്ച് വേർതിരിക്കാത്തതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന നിയമത്തിലെ സ്പെഷ്യൽ പെർമിറ്റ് സംസ്ഥാനത്ത് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി നിശ്ചയിക്കുന്നതിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട്. അതിനാൽ ഇത്തരം വാഹനങ്ങളുടെ നികുതി നിർണ്ണയിക്കുന്നതിന് സങ്കീർണത ഒഴിവാക്കുന്നതിനായി ഈ വാഹനങ്ങളുടെ നിലവിൽ ത്രൈമാസ നികുതി നിരക്ക് കോൺട്രാക്ട് കാരേജ് വാഹനത്തിലെ ഓർഡിനറി സീറ്റിന് 2200 രൂപയും പുഷ്ബാക്ക് സീറ്റിന് 3000 രൂപയായിരുന്നത് ഏകീകരിച്ച് ത്രൈമാസ നിരക്ക് 2500 രൂപയാക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം സ്ലീപ്പർ ബർത്തിന് നിലവിലുള്ള ത്രൈമാസ നിരക്ക് അനുസരിച്ച് ഓരോ ബർത്തിനും 4000 രൂപ എന്നുള്ളത് 4000 രൂപ തന്നെ നിലനിർത്തുന്നു. അന്യ സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി സർക്കാരിന് 10 കോടി രൂപയാണ് വാർഷിക വരുമാനം. പ്രസ്തുത ഏകീകരണത്തിലോട് 1 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും. ഓൺലൈൻ വഴി നികുതി അടയ്ക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന വെട്ടിപ്പ് തടയാൻ സഹായിക്കുന്നതാണ്. സ്റ്റേജ് കാരേജുകളുടെ നികുതി കുറയ്ക്കുന്നത് സാർ, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കേണ്ട ഏതൊരു ജനാധിപത്യ സർക്കാരിൻ്റെയും കടമയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രാ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് ബസ് ഓപ്പറേറ്റർമാരെ പ്രേരിപ്പിക്കുന്നതിനായി സ്റ്റേജ് കാരേജ് വാഹനങ്ങളുടെ ത്രൈമാസ നികുതിയിൽ 10% ഇളവ് അനുവദിക്കുന്നതാണ്. ഈ ഇളവ് മൂലം പ്രൈവറ്റ് ബസ്സുകൾക്ക് നൽകുന്ന ഈ ഇളവ് മൂലം 9 കോടി രൂപയുടെ കുറവ് വരും. 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങളുടെ നികുതി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിന് നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ പൊളിക്കുന്നതിന് സർക്കാർ സ്ക്രാപ്പിംഗ് പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 15 വർഷം കഴിഞ്ഞ സ്വകാര്യ വാഹനങ്ങൾക്ക് ഈ നിബന്ധന ബാധകമാക്കിയിട്ടില്ല. അതിനാൽ പഴക്കം ചെന്ന സ്വകാര്യ വാഹനങ്ങളുടെ തുടരുപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 15 വർഷം കഴിഞ്ഞ മോട്ടോർ സൈക്കിളുടെയും സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങളുടെയും മോട്ടോർ കാറുകളുടെയും നികുതിയിൽ 50% വർധനവ് വരുത്തുന്നു. സ്വകാര്യ വാഹനങ്ങളുടെ നികുതി ഇനത്തിൽ സർക്കാരിന് 110 കോടി രൂപയാണ് ലഭിക്കുക. ഇതുവഴി ഒരു വർഷം 55 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാവും.